ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റൈസാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ കാട്ടിയാനം റൈസ് എന്നാണ് തമിഴിൽ പറയുക. ഈ അരി നമ്മൾ നന്നായി കഴുകി തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് കുക്ക് ചെയ്യാൻ പാടില്ല. ഭയങ്കര വേവ് കൂടുതലുള്ള അരിയാണ്. ഇതിൻ്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ കുതിർത്ത് വെക്കണം. ഇപ്പം ഞാൻ കുതിർത്ത അരിയാണ് നിങ്ങളെ കാണിച്ചത്. അത് സോക്കായി വരുമോ അങ്ങനെ ഒന്നും ചെയ്യില്ല. തീർത്തും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതാണ്, സ്റ്റാർച്ച് കണ്ടൻറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു 7 to 8 വിസിൽ ഇതിനെ കുക്ക് ചെയ്യണം. കുക്കായി കഴിഞ്ഞാലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വെള്ളമൊന്നും തീർത്തും കട്ടിയൊന്നുമില്ല. സ്റ്റാർച്ച് കണ്ടൻറ്റ് വളരെ കുറവാണ്. ഇതുപോലെ നല്ല വെന്ത് വരും, ഒരു മലര് പോലെ ഇരിക്കും കണ്ട. ഇനി നമ്മൾ അതേ കുക്കറിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് ജസ്റ്റ് സാധാരണ ചോറ് വടിച്ചെടുക്കുന്ന പോലെ നമ്മൾ ഇതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കണം വേറൊരു പാത്രത്തിലേക്ക്. ഈ ചോറിനകത്ത് ഒത്തിരി അയൺ കണ്ടൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും ഇത് വളരെ നല്ലതാണ്. അതുപോലെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ചോറാണിത്. അപ്പോൾ ഇതിന് ഒത്തിരി ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, ബട്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏതൊരു കറീൻ്റെ ഒപ്പരും ഇത് സെർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക്